വേനൽ കടുത്തതോടെ ജില്ലയുടെ കിഴക്കൻ മേഖല കടുത്ത വരൾച്ചയിലേക്ക്. ഉയർന്ന താപനിലയിൽ ജലാശയങ്ങൾ വറ്റിവരണ്ടതോടെ മേഖലയിൽ രൂക്ഷമായ ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുനലൂരിൽ ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ പകൽ താപനില. ഏതാനും ദിവസങ്ങളിലായി പുനലൂരിൽ ഇതേ താപനിലയാണ് തുടർന്നു വരുന്നത്. വേനൽ കടുത്തതോടെ പുനലൂരിൽ നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന കല്ലടയാർ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ ജലനിരപ്പിൽ കാര്യമായ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. തോടുകൾ മിക്കതും വറ്റിക്കഴിഞ്ഞു. കല്ലടയാറ്റിൽ പുനലൂർ പേപ്പർ മില്ലിന് സമീപം നിർമ്മിച്ച തടയണയിൽ 1.5 മീറ്ററോളം വെള്ളം താഴ്ന്നിട്ടുണ്ട്. തടയണ കവിഞ്ഞ് വെള്ളമൊഴുകാത്തതിനാൽ എലിക്കാട്ടൂർ ഭാഗത്തേക്ക് പുഴ ഏതാണ്ട് പലയിടത്തും വരണ്ട നിലയിലാണ്. പുനലൂർ ജലവിതരണ പദ്ധതിയിൽ നിലവിൽ പമ്പിങ്ങിന് പ്രശ്നമില്ലെങ്കിലും തടയണയ്ക്ക് സമീപത്തു നിന്നും വെള്ളമെടുക്കുന്ന മറ്റു കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് വരും ദിവസങ്ങളിൽ പ്രതിസന്ധിയിലാകും. ആറ്റിൽ വെള്ളം കുറയുന്നത് ജല അതോറിറ്റിയുടെ പമ്പിംഗ് പ്രതിസന്ധിയിലാക്കുന്നതിനു പുറമെ തീരപ്രദേശങ്ങളിലെ കിണറുകൾ വറ്റുന്നതിനും ഇടയാകും. ചൂട് ഉയരുന്നതിനോടൊപ്പം പുനലൂർ നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമവും രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.